ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ നടി ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഉപഹർജി. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്നുള്ള കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കുലറായി വിചാരണ കോടതികൾക്ക് നൽകണമെന്നും ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, നിലവിൽ ഈ സർക്കാർ നൽകിയിട്ടുള്ള ഉപഹർജിയിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ, അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ ചില മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി നേരത്തെ പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച് ഏത് വിധത്തിലാണ് സർക്കാർ നടപടികൾ പുരോഗമിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഹൈക്കോടതി രജിസ്ട്രാറും അതോടൊപ്പം തന്നെ DGP, ചീഫ് സെക്രട്ടറി എന്നിവർ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനുശേഷമായിരിക്കും ഈ സർക്കാർ നൽകിയിട്ടുള്ള ഉപഹർജിന്മേൽ വിശദമായിട്ട് വാദം നടക്കുക. നിലവിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള ഉപഹർജിയിൽ അത് വ്യക്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ഒരു സർക്കുലർ പുറപ്പെടുവിക്കണം. അത് കോടതികളിൽ ബാധകമാക്കണം. അതായത് സെഷൻസ്, അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതികളിൽ ഈ സർക്കുലർ ബാധകമാക്കണം. ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് ഈ സർക്കുലർ പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകേണ്ടത്. ഇതിൽ കൂടുതൽ നിയമസാധുത, അതായത് നേരത്തെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൂടുതൽ നിയമസാധുത കൈവരണമെങ്കിൽ സർക്കുലർ അത് നിർദ്ദേശം അല്ലെങ്കിൽ സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് കടക്കണമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് നിലവിൽ ഹൈക്കോടതി ജില്ലാ കോടതികളുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ചീഫ് സെക്രട്ടറിക്കും പോലീസിന്റെ ഭാഗമായിട്ടുള്ള DGPക്കും നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് നൽകണം. തിങ്കളാഴ്ച സർക്കാരിന്റെ ഉപഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. എന്തായാലും 3 വിധത്തിലാണ് ഈ ഹൈക്കോടതി നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടത്. സർക്കാരിന്റെ ഭാഗവും അതോടൊപ്പം തന്നെ കോടതികളുടെ ഭാഗവും അതോടൊപ്പം തന്നെ പോലീസിന്റെ തലത്തിലുള്ള ഭാഗങ്ങളുമാണ്. എന്തായാലും നേരത്തെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളടക്കം പ്രതിഭാഗത്തിന് നൽകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അത് ഏതെങ്കിലും ഘട്ടത്തിൽ പരിശോധിക്കേണ്ടി വന്നാൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം മാത്രമേ പരിശോധിക്കുവാൻ പാടുള്ളൂ. പരിശോധിക്കുന്ന പക്ഷം ഏത് ഉദ്യോഗസ്ഥരാണ് ഇത് പരിശോധിക്കുന്നത്, അതിന്റെ എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ ഒരു രജിസ്റ്റർ എന്നുള്ള രീതിയിൽ സൂക്ഷിക്കുകയും വേണം. ആ നടപടി റിപ്പോർട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട കോടതിയെ നൽകുകയും വേണം. ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാം. അതിനും കോടതിയുടെ അനുമതി വേണമെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ. ഇതൊരു സർക്കുലറായിട്ട് പുറപ്പെടുവിക്കണമെന്നാണ് നിലവിൽ സർക്കാർ വീണ്ടും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തമാണ്. രേഷ്മയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.